അടുത്ത ടോപ്പിക്കാണ് ബെൻഡിങ് ഓഫ് കാൻഡിലിവർ ബീം ലോഡഡ് അറ്റ് എൻഡ്. സ്ട്രെസ് ഫംഗ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു കാൻഡിലിവർ ബീം അതിൻ്റെ എൻഡിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു, പോയിന്റ് ലോഡ് പി. ഈ കേസിൽ ഇതിൻ്റെ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ സ്ട്രെസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് നോക്കുന്നത്. ഈ ബീമിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2b ആയിട്ട് എടുക്കുന്നു, 2b. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ലൈനാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് +b വരെയും താഴേക്ക് -b വരെയാണ് വിഡ്ത്ത്. അപ്പോൾ ടോട്ടൽ 2b. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന ഒരു സ്ട്രെസ് ഫംഗ്ഷൻ φ ഈക്വൽ ടു aXy³ + bxy. ഇപ്പോൾ ഒരു അക്സെപ്റ്റബിൾ സ്ട്രെസ് ഫംഗ്ഷൻ ആണ് ഈ aXy³ + bxy. അത് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം del⁴ φ ഈക്വൽ ടു 0 ഇത് പ്രൂവ് ചെയ്യണം. ഈക്വൽ ടു del⁴ φ/(x⁴) പ്ലസ് 2 ടൈംസ് del⁴ φ/(x²)(y²) പ്ലസ് del⁴ φ/(y⁴). ആദ്യം ഫസ്റ്റ് ടൈം നോക്കാം. ∂φ/∂x എന്ന് പറയുമ്പോൾ a × y³ പ്ലസ് by. ∂2φ/∂x² ഈക്വൽ ടു 0. അപ്പോൾ ഇനി ബാക്കിയുള്ള ടൈംസും 0 ആയിരിക്കും. ∂3 φ/∂x³ ഈക്വൽ ടു del⁴ φ/(x⁴) 0 തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്തത് ∂φ/∂y വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 3aXy² പ്ലസ് bx. ∂2φ/∂y² ഈക്വൽ ടു 6aXy. ∂3 φ/∂y³ ഈക്വൽ ടു 6ax. del⁴ φ/∂y⁴ ഈക്വൽ ടു 0. ഇനി അടുത്തത് ∂2 φ/∂x del⁴ φ/∂x²y² ആണ് വേണ്ടത്. അതിന് ഈ ഒരു ടേമിനെ എന്ത് ചെയ്യാം? x വെച്ച് ഒരിക്കൽ ചെയ്യാം. അപ്പോൾ ∂2 φ/∂x ∂y ഈക്വൽ ടു 3ay² പ്ലസ് b. ഇതിനെ ഒരിക്കൽ കൂടി x വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ∂3 φ/∂x² ∂y ഈക്വൽ ടു 0. അപ്പോൾ del⁴ φ/∂x² ∂y² ഈക്വൽ ടു 0. എല്ലാ ടേംസും 0 ആയതുകൊണ്ട് തന്നെ del⁴ φ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് സിഗ്മ എക്സിൻ്റെ വാല്യൂ ∂2 φ/∂y² ഇത് സിഗ്മ എക്സ്, ∂2 φ/∂x² സിഗ്മ വൈയുടെ വാല്യൂ 0, τxy എന്ന് പറഞ്ഞാൽ -(∂2 φ/∂x ∂y). അപ്പോൾ ഈ ടേംസ് ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ സിഗ്മ എക്സിൻ്റെ വാല്യൂ 6aXy, സിഗ്മ y 0, τxy ഈക്വൽ ടു -3ay² പ്ലസ് b. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ആണ്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ കാൻഡിലിവർ ബീമിൻ്റെ ടോപ്പും ബോട്ടം എൻഡ് എന്ന് പറയുന്നത് ഫ്രീ സർഫസ് ആണ്. അപ്പോൾ ഈ ഫ്രീ സർഫസിൽ സ്ട്രെസ് നോർമൽ ആൻഡ് ഷിയർ കമ്പോണൻറ്റ് 0 ആണ്. ഈ ഫ്രീ സർഫസ് ബോട്ടം വരുന്ന ഒരു ഫ്രീ സർഫസ് ഉണ്ട്, അതുപോലെ ടോപ്പ് വരുന്ന ഫ്രീ സർഫസിലും ഷിയർ 0 എന്ന് എടുക്കാം. ആ പോയിന്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് അതായത് സെൻട്രൽ ലൈനിൽ നിന്ന് +b ഹൈറ്റിലും -b ഹൈറ്റിലുമാണ് ഈ രണ്ട് സർഫസ് വരുന്നത്. അറ്റ് +or-b τxy ഈക്വൽ ടു 0. അപ്പോൾ τxyയുടെ ഇക്വേഷൻ -3ay² പ്ലസ് b ആണ്. ഇതിനകത്ത് വൈയുടെ പ്ലേസിലേക്ക് മൈനസ് കൊടുത്താലും പ്ലസ് കൊടുത്താലും സെയിം ആണ്, കാരണം y² ആയതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് 0 ഈക്വൽ ടു +or-b τxy ഈക്വൽ ടു 0. സോ 0 ഈക്വൽ ടു -3ab² പ്ലസ് b എന്ന് എഴുതാം. ഇവിടെ നിന്ന് 3ab² ഈക്വൽ ടു -b or b ഈക്വൽ ടു -3ab² എന്ന് എടുക്കാം. ഇനി ബിക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മൾ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ലോഡ് പി ആണ്. അപ്പോൾ ഈ ഷിയർ ഫോഴ്സിനെ ബോട്ടം ടു ടോപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഷിയർ ഫോഴ്സ് കിട്ടും. അത് ഇൻ്റഗ്രൽ ഫ്രം -b to b τxy ഇൻറ്റു dA ചെയ്ത് കഴിഞ്ഞാൽ, കാരണം സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് ഫോഴ്സ്, dA ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എന്ത് കിട്ടും? ഷിയർ ഫോഴ്സ് കിട്ടും. ഇവിടെ -b to b എടുക്കാൻ കാരണം ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്
ഡെപ്ത് ആണ്. സൈഡ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇത് യൂണിറ്റ്, ഇത് 2b. ഇപ്പോൾ ഇവിടെ വേരിയിങ് എന്ന് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ടോട്ടൽ ഹൈറ്റ് വേരി ചെയ്യുന്ന -b to b ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. dA എന്ന് പറയുന്നത് 1 × dy എന്ന് എഴുതാം. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ -b to b tau xyക്ക് പകരം -3ab² പ്ലസ് b 3ay² ജനറൽ എക്സ്പ്രഷൻ ടോയുടെ 3ay² പ്ലസ് b ഇൻറ്റു dy ഇൻറ്റു 1 dy. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -3ay³ / 3 പ്ലസ് by ഫ്രം -b to b ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് എത്രയാണ്? p. നെറ്റ് ഷിയർ ഫോഴ്സ് ഈക്വൽ ടു p. ഇതിനെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. ഈ 3 ക്യാൻസൽ ആയി പോവും. ab³ പ്ലസ് bb മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -b³ എന്ന് പറഞ്ഞാൽ -b³ എന്നാവും. -ab³ b ഇൻറ്റു ക്യാപിറ്റൽ B ഇൻറ്റു -b -bb. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആവും. അതായത് -2 ടൈംസ് ab³ പ്ലസ് bb. ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഈക്വൽ ടു p ഈക്വൽ ടു -2ab³ മൈനസ് 2bb. ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം, നേരത്തെ ബൗണ്ടറി കണ്ടീഷനിൽ നിന്ന് കിട്ടിയത് b ഈക്വൽ ടു -3ab² എന്നാണ്. ഇതിനായി ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. p ഈക്വൽ ടു -2ab³ മൈനസ് 2b ഇൻറ്റു ക്യാപിറ്റൽ ബിക്ക് വരും -3ab². ഇവിടെ നിന്ന് -2ab³ പ്ലസ് 6ab³ എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോഴേക്കും 4ab³ ഈക്വൽ ടു p. ഇന്ന് a ഈക്വൽ ടു p/4b³. എക്ക് ഒരു വാല്യൂ ആയി. ഈ a എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ b ഈക്വൽ ടു -3/4 ഇൻറ്റു p/b³ ഇൻറ്റു b². b² b³ കൂടെ പോയി കഴിഞ്ഞാൽ -3/4 p/b. എക്കും ബിക്കും ഒരു വാല്യൂ ആയി. നമ്മുടെ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഈക്വൽ ടു axy³ പ്ലസ് bxy എന്നായിരുന്നു. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ p/4b³ ഇൻറ്റു xy³ പ്ലസ് -3/4 p/b ഇൻറ്റു xy. സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറും. ഇതുപോലെ σx σyയുടെ ഇക്വേഷനകത്തും എക്കും ബിക്കും σx σy tau xy. ഇപ്പോൾ σy 0 ആണ്. ബാക്കി രണ്ട് കമ്പോണൻസിനകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നിന്ന് σx ഈക്വൽ ടു ∂2phi/∂y² ഈക്വൽ ടു 6axy എന്നായിരുന്നു. എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6pxy/4b³. ഇനി ഇതുപോലെ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ pxy/2/3b³, അതായത് 4/6 എന്ന് വരും. ഡിനോമിനേറ്ററിൽ 4/6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/3 എന്നാവും. ആ 2/3 ആണ്. അപ്പോൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാം. ഇനി ഇതിനകത്ത് ചെയ്യുന്നത് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇതിന്റെ തിക്നെസ് 1 ആണെന്ന് പറഞ്ഞു. ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴേക്കും ഇത് 1 ആണ്. ഇത് 2b ആണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ bd³/12 ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇവിടെ b എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2b^3/12. 2³ എന്ന് പറഞ്ഞാൽ 8 വരും. 8b³/12. 8ഉം 4 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/3b³. അപ്പോൾ 2/3b³ ഒരു i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. σxx ഈക്വൽ ടു pxy/i. സിമ്പിൾ ബെൻഡിങ്ങിന്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ m/i ഈക്വൽ ടു σ/y എന്നായിരുന്നു. σ ഈക്വൽ ടു m/i ഇൻറ്റു y. അപ്പോൾ ഇവിടെയും p ഇൻറ്റു x എന്ന് പറയുന്നത് ഒരു മൊമെന്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. i ഇൻറ്റു y. സിമ്പിൾ ബെൻഡിങ്ങിന്റെ സെയിം ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്.
ഇവിടെ ടോ എക്സ് വൈയുടെ ഇക്വേഷനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടോ എക്സ് വൈ ഈക്വൽ ടു -3ay² മൈനസ് ബി. എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3py²/4b³ പ്ലസ് 3pb²/4b² എന്ന് b³ എന്ന് കിട്ടും. ഇവിടെ വീണ്ടും ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു pb²/4/3b³ മൈനസ് py²/4/3b³ ഈക്വൽ ടു pb²/i/2i മൈനസ് py²/2i. 2i എന്ന് പറഞ്ഞാൽ 4/3 ആണ്. അപ്പോൾ 2 × 2/3 എന്ന് എഴുതാം. അപ്പോൾ 2/3b³ ആണ് നമ്മുടെ i എന്ന് പറയുന്നത്. അപ്പോൾ 2 × 2/3b³ എന്ന് പറഞ്ഞാൽ 2i എന്നാവും. അപ്പോൾ ഇതാണ് ടോയുടെ ഇക്വേഷൻ. സ്ട്രെസ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ബെൻഡിങ് ഓഫ് കാൻഡിലിവർ വിത്ത് എൻഡ് ലോഡ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. സ്ട്രെസ് ഫംഗ്ഷനിൽ നിന്ന് സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് വേണം എക്വേഷനിലേക്ക് എത്താനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ അടുത്ത മൊഡ്യൂളിലെ ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്.